എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ കാണിച്ചു തരും. നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? നാട് മുഴുവൻ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കാൻ പോവാണ്. ഞാൻ കൂട്ടാൻ പോവുകയാണ്. അല്ലേ? മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ? നമസ്കാരം. കേരളത്തില് ഇപ്പൊ ഏറ്റവും നന്നായിട്ട് മുളച്ചു വരുന്ന വൃക്ഷം ഏതാണെന്ന് അറിയാമോ? ജാതിമരമാണ്. വിത്തിടേണ്ട താമസം അപ്പ തന്നെ മുളച്ച് ആ മരം വലുതായി അതിനകത്തുനിന്ന് ഫലവും കിട്ടും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ കുറെ എണ്ണം ജാതി എടുത്ത് ഉപയോഗിക്കുന്നത്. കുറെ അവളുമാരും അവന്മാരും അനാവശ്യമായിട്ട് ജാതിക്കാട് ഇറക്കുന്നതും അതുകൊണ്ടാണ്. കാരണം പെട്ടെന്ന് കിളിക്കും, അപ്പൊ തന്നെ അതിന്റെ ഫലവും കിട്ടും. പക്ഷേ ഇവളുമാരുടെ കേസിൽ അത് നടന്നില്ല. ആ ഐഡിയ ഭംഗിയായിട്ട് ചീറ്റിപ്പോയി. ഇവളുമാര് വിചാരിച്ചു ജാതി അങ്ങോട്ട് പറയുമ്പോഴേക്കും എല്ലാ എണ്ണവും ഇവളുമാരുടെ കൂടെ നിൽക്കുമെന്ന്. പക്ഷെ നടന്നില്ലല്ലോ മക്കളെ, ഐഡിയ ചീറ്റിപ്പോയല്ലോ. ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ജാതി കാർഡ് ഇറക്കി നോക്കി, പൊളിറ്റിക്കൽ കാർഡ് ഇറക്കി നോക്കി, എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഏറ്റവും നാണം കെട്ട ഒരു കാർഡും അങ്ങ് ഇറക്കി. ഒരു സ്ത്രീ ഇറക്കുന്നതിൽ വെച്ച് ഏറ്റവും നാണം കെട്ട കാർഡ് വരെ അവളുമാർ ഇറക്കി. ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, കൃഷ്ണകുമാർ വസ്ത്രത്തിൽ പിടിച്ച് വലിച്ചെന്ന്. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് ദിയാകൃഷ്ണയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അശ്വിൻ എന്ന് രാത്രി വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നു. പിന്നെ അവനൊക്കെ അതല്ലേ പണി. കൃഷ്ണകുമാറിന്റെ വേറെ ആരെയും കിട്ടിയില്ലെന്ന് വെച്ചാൽ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കാൻ. നാണമില്ലല്ലോ ഇവളുമാർക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുമാരുടെ പുറകിൽ ആരാണ്ടുണ്ട്. ഇവളുമാരെ സ്വയം ഇറങ്ങി തിരിച്ചതല്ല. ഈ 3 പേരുടെയും പുറകിൽ ധൈര്യം കൊടുക്കാൻ ആരോ ഉണ്ട്. ഒന്നെങ്കിൽ അതൊരു സ്ത്രീ ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അത് പുരുഷനായിരിക്കാം. അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും നമ്മുടെ ഈ സമൂഹത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊക്കെ അറിയാവുന്ന ഇച്ചിരി പവറുള്ള ഏതോ ഒരു വ്യക്തി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് ഇവളുമാരുടെ പുറകിലുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇത്ര ധൈര്യത്തോടു കൂടിയിട്ട് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സംസാരിക്കത്തില്ല. എല്ലാ ഐഡിയയും ചീറ്റിപ്പോയി. ഇനി എന്ത് ചെയ്യും? ഇവളുമാര് കള്ളികളാണെന്നുള്ളത് ഈ ലോകത്തിന് മൊത്തം മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് ഇവളുമാരുടെ ഫോട്ടോയാണ്. ഇനി ഇവളുമാർ എന്ത് ചെയ്യും? ഇവരെ ആരെങ്കിലും ഇനി ജോലിക്ക് എടുക്കുവോ? വർഷങ്ങളോളം ഇനി ഇങ്ങനെ നടക്കേണ്ടി വരും, ജോലിയും കൂലിയും ഇല്ലാതെ. ഭംഗിയായിട്ട് ഒത്തുതീർപ്പാക്കേണ്ട ഒരു വിഷയം. അവർക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. കൃഷ്ണകുമാറിന്റെ ഫാമിലിക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. അതുകൊണ്ടാണ് ഇവളുമാരെ വിളിച്ചു വരുത്തി മാന്യമായിട്ട് സംസാരിച്ചത്. അഹാന കൃഷ്ണ ഇവളുമാരെ ചോദ്യം ചെയ്യുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് കാണാം. മാന്യമായിട്ടാണ് സംസാരിക്കുന്നത്. പണം പോയിട്ടും ഇവളുമാരെ വിളിച്ചു വരുത്തി അവളുമാർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് കൊടുത്ത് മാന്യമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ നോക്കിയപ്പോൾ അങ്ങോട്ട് കയറി ചൊറിയാൻ ചെന്നു കഴിഞ്ഞാൽ അവര് കയറി മാന്തുമെന്ന് ഇവളുമാർ അറിഞ്ഞില്ലേ? എല്ലാ ഐഡിയയും ചീറ്റിപ്പോയി. ഇനി ഒരു കാര്യമില്ല, ഇവളുമാർക്ക് ആരും ഇനിയും ജോലി കൊടുക്കാൻ പോകുന്നില്ല. ആരും ദയവ് ചെയ്ത് ഇവളുമാർക്ക് ജോലി കൊടുക്കരുത്. ഈ കള്ളത്തരം കാണിക്കുന്നവളുമാർക്കൊന്നും ഇനി ആരും ജോലി കൊടുക്കാൻ പാടില്ല. കട്ടും മോഷ്ടിച്ചും തിന്നിട്ട് അന്യന്റെ മുതൽ കൊണ്ടുപോയി തിന്നിട്ട് തിരിച്ചു ചോദിച്ചപ്പോൾ ഇമാതിരി തോന്നിവാസം കാണിക്കുന്നവളുമാർക്കൊന്നും ഇനി ജോലി കൊടുക്കാൻ പാടില്ല. ഏതായാലും നമുക്ക് അഹാന കൃഷ്ണ ചോദ്യം ചെയ്യുന്ന വീഡിയോയുടെ ഏതാനും ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഇതിലേക്ക് എത്ര കാണാം. നമുക്ക് ഒരു സാധാരണ ഒരാളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത്. കാരണം നിങ്ങൾ 5 ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കും? മനസ്സിലായില്ലേ? അതായത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഓസിയുടെ ഒരു മാസം ബിസിനസ്സിന് എത്ര കിട്ടുമെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം. അതിന്റെ പകുതിയാണ് 5 ലക്ഷം. നിങ്ങൾ എത്ര വർഷം മുമ്പ് ആദ്യം ചെയ്തത്? എത്ര നാള് മുമ്പാണ് നിങ്ങൾ ഈ മോഷണം? അത് കിട്ടിയ സ്ക്രീൻഷോട്ട്സ് മാത്രം. കിട്ടാത്ത സ്ക്രീൻഷോട്ട്സ് പഴം വിഴുങ്ങിയതുപോലെ 3 ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അവളുമാരെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു പഞ്ചപാവങ്ങള്. നമ്മുടെ വീട്ടിലെയൊക്കെ സാധനങ്ങൾ കരണ്ട് തിന്നതിന് ശേഷം എലികളൊക്കെ പോയി പമ്മി ഇരിക്കത്തില്ലേ, അതുപോലാണ് ഇരിക്കുന്നത്. അവളുമാരുടെ വായിൽ നാവുണ്ടോ എന്ന് നമ്മൾ പോയി തപ്പി നോക്കണം. പക്ഷെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതുപോലെ അല്ലായിരുന്നല്ലോ പ്രതികരിച്ചത്. കൃഷ്ണകുമാറും ഫാമിലിയും തട്ടിക്കൊണ്ടുപോയവരാണ് ഇത്ര ഫ്രീ ആയിട്ടിരിക്കുന്നത്. ഇങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ തട്ടിക്കൊണ്ടു പോകുന്നത്. സിനിമയിലൊക്കെ നമ്മൾ ഇങ്ങനെയല്ല തട്ടിക്കൊണ്ടുപോകൽ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് കണ്ടിട്ട് തട്ടിക്കൊണ്ടുപോയതായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അവർ വളരെ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്നു, അവരോട് മര്യാദയ്ക്ക് കാര്യങ്ങൾ ചോദിക്കുന്നു. അഹാന എത്ര ക്ലിയർ ആയിട്ടാണ് ഓരോ ചോദ്യങ്ങളും ചോദിക്കുന്നത്. ഇങ്ങനെ വേണം സഹോദരിമാരായി കഴിഞ്ഞാൽ. ആ കുടുംബം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ആ കുടുംബത്തിലുള്ളവർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നവരെ തകർക്കാൻ പറ്റുമെന്ന് ആരും വിചാരിക്കരുത്. ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? അല്ല, ഇത് വേസ്റ്റാണ്. ഇവർ ഒരാൾ പോലും സത്യം പറയത്തില്ല. ഞാൻ ഇപ്പൊ ഒറ്റക്കെട്ടാകുമ്പോ ഒരുമിച്ച് പോകാമല്ലോ, കൂട്ട് കാണും. ഇതാരാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്? വിനിതയാണ് ആദ്യം വന്നത്. എത്ര നാൾ മുമ്പാണ് ഇത് ആദ്യം അടിച്ചത്? ആ ടൈം ലൈൻ പറയും. ഒരു പ്രാവശ്യം സത്യം അറിഞ്ഞുകൊണ്ട് പോകാനാണ്.
നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തൂടെ? സത്യം പറഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും എന്ന് ചോദിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ അതിന്റെയൊക്കെ? നമുക്ക് ആഗ്രഹമില്ല, എനിക്ക് ഒരിടത്ത് പോകണമെന്നില്ല. കാരണം നമുക്ക് അതിനുള്ള സമയമില്ല, സാവകാശമില്ല. പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. കാരണം ഇത് അവള് തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല, ഇത് അവളുടെ ജീവിതത്തിന്റെ ജോലിയാണ്. പറ, എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത്? എത്ര നാൾ മുമ്പാണ് ആദ്യമായിട്ട് ചെയ്തത്? ആ നടുക്കിരിക്കുന്ന കണ്ണാടി വെച്ച ആ പെണ്ണുണ്ടല്ലോ, അവളാണ് ഈ കൂട്ടത്തിലെ ലീഡർ. അവളാണ് ഒരക്ഷരം മിണ്ടാത്തത്. മാധ്യമങ്ങളുടെ മുമ്പിലും വലിയ വായിൽ നിലവിളിച്ചത് അവളാണ്. ബാക്കിയുള്ളവരെയും കൊണ്ട് സംസാരിക്കാൻ വിടുന്നില്ല. കാരണം ബാക്കിയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവള് മാത്രമാണ് പിന്നെയും പിടിച്ചു നിൽക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ആ സ്ത്രീകൾ രണ്ടുപേരും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തുറന്നു പറയുന്നുണ്ട്. ഇവള് ഒന്നും മിണ്ടുന്നില്ല. ഇവളുടെ അഹങ്കാരവും അഹന്തയും കണ്ടു കഴിഞ്ഞാൽ ഏതോ കൊമ്പത്തെ അവളാണെന്ന് വിചാരിക്കും. അതുപോലാണ് അവളുടെ അഹങ്കാരം. കട്ട് കൊണ്ടുപോയി തിന്നിട്ട് വന്നിരുന്ന് അഹങ്കരിക്കുന്നു. അത് എല്ലിൻ്റെ ഇടയിൽ കയറിയതിന്റെ നെകളിപ്പ, അല്ലാതെ വേറൊന്നും അല്ല. ഇവളുമാരെ കുറിച്ചൊന്നും നമുക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എങ്ങനെ മാന്യമായിട്ട് സംസാരിക്കും? ഇങ്ങനെ കട്ടിട്ട് വന്നിരുന്ന് ന്യായം പറയുന്നവളുമാരെ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അഭിനേതൊക്കെ അറിയില്ല, പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു. ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കുറെ നമുക്ക് കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി? കുറ്റബോധം തോന്നിയോ? എന്നിട്ടാണോ ചെയ്തുകൊണ്ടിരുന്നത്? ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അതറിയട്ടെ. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ കുറ്റബോധം തോന്നിയില്ല. കാര്യം ഇന്നലെ രാവിലെ കൂടെ ബിരുദ എല്ലാം ത്രട്ടൻ ചെയ്തതേ ഉള്ളൂ. ആരും സാലറി ക്രെഡിറ്റ് ആവട്ടെ, ഇവരൊന്നും ചെയ്തില്ല. ഇവരെ കണ്ടറിയാം, ഇവരറിഞ്ഞിട്ടില്ല. ഇവര് നാറ്റ കേസ് സഹിക്കാൻ വയ്യ. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇവളുമാരെ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോരോ ഐഡിയാസ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ആദ്യം തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിച്ചു എന്നുള്ളതായിരുന്നു ഇവളുമാരുടെ ഇത്. അത് കഴിഞ്ഞപ്പോൾ അത് നടക്കത്തില്ല എന്നായപ്പോൾ പതിയെ പ്ലേറ്റ് മാറ്റിയിട്ട് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നാക്കി. ജാതി കാർഡും പൊളിറ്റിക്കൽ കാർഡും നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ പയ്യെ പ്ലേറ്റ് മാറ്റിയിട്ട് അടുത്തതായിട്ട് ഇറക്കിയത് ടാക്സ് വെട്ടിച്ചു എന്നായി. ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിമ്പിൾ ആയിട്ട് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവളുമാരെ ഇതിന് മുമ്പ് സംസാരിച്ചതിനകത്ത് ഒന്നും തന്നെ ഈ ടാക്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദിയാകൃഷ്ണ വിളിച്ച് ദേഷ്യപ്പെടുന്ന സമയത്ത് ഇവളുമാർക്ക് പറയാമല്ലോ, ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞങ്ങളുടെ ഇതിലേക്ക് വാങ്ങിച്ചത്. അങ്ങനെ ഒന്നും ഇവളുമാർ പറയുന്നില്ല, സമ്മതിക്കുകയാണ്. ഇവളുമാര് ചെയ്തു, തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ സമ്മതിച്ച് മിണ്ടാതെ വായിക്കത്തില്ല കമ്പ് കുത്തി വെച്ചേക്കുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴൊന്നും ഇവളുമാർക്കൊന്നും പറയണ്ട. എന്നിട്ട് ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞത് നടക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ നാണം കെട്ട പരിപാടി ഇറക്കി കൃഷ്ണകുമാർ വസ്ത്രത്തെ പിടിച്ച് വലിച്ചു. അശ്വിൻ എന്നും വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാം പൊളിഞ്ഞു. ഇനി എന്താ ഇവളുമാർ ഇറക്കാൻ പോകുന്നത്? ഇറക്കാൻ പോകുന്നത്? ഇവളുമാരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുക, നിങ്ങൾ പറഞ്ഞ വാദത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതാണോ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്? ദിയാകൃഷ്ണയും കുടുംബവും ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ കാര്യമാണ് സംസാരിക്കുന്നത്. അവര് പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയല്ല, പക്ഷെ ഇവളുമാര് പ്ലേറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവളുമാരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നാണം കെടും. ഇവളുമാരെ ഒന്നും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇവളുമാരെ ഒന്നും പുറകെ കമ്പും കോലും പിടിച്ചോണ്ട് പോകേണ്ട കാര്യമില്ല. പറയുന്നതെല്ലാം കള്ളത്തരാണ്. എല്ലാം കള്ളത്തരമാണെന്ന് എല്ലാ മനുഷ്യർക്കും മനസ്സിലായി. ഇനി ഇവളുമാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു താമസമേ ഉള്ളൂ. അതാണ് ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വൈകിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് പിടിച്ച് ജയിലിലിട്ട് എല്ലാത്തിനെയും 3 പേരെ 3ആയിട്ടിരുത്തി ചോദ്യം ചെയ്യിപ്പിക്കണം. ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പാടില്ല. ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് കഴിഞ്ഞ് ഇവളുമാർക്ക് ധൈര്യമാണ്. ആ നടുക്കിയിരിക്കുന്ന അവളുണ്ടല്ലോ, ആ കണ്ണാടി വെച്ചേ, അവളാണ് ഈ ധൈര്യം പകർന്നു കൊടുക്കുന്നത്. അതുകൊണ്ട് 3 പേരെ 3 റൂമിലാക്കിയിട്ട് ചോദ്യം ചെയ്യണം. ഒറ്റയ്ക്കാക്കുമ്പോൾ ധൈര്യമൊക്കെ താനെ ചോർന്നു പൊക്കോളൂ. പുറകിലിരിക്കുന്ന ആ ആളുടെ ബലവും അങ്ങ് പൊക്കോളൂ. അപ്പൊ പിന്നെ സത്യം എന്താന്നുള്ളത് തുറന്നു പറയും. ഇവിടെ ഒരേ ഒരു കൺഫ്യൂഷനേ ഉള്ളൂ. 69 ലക്ഷം രൂപ ഇവളുമാർ എടുത്തോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് തെളിയിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ജാതിയുടെ കാര്യം എല്ലാവരും പറഞ്ഞല്ലോ. ജാതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവളുമാരെ ജോലിക്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ ദിയാകൃഷ്ണയ്ക്ക്. ദിയാകൃഷ്ണ ഈ ചോദ്യത്തിന് നല്ല ഭംഗിയായിട്ട് മറുപടി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ജാതീയമായ അധിക്ഷേപങ്ങൾ ഒരു വർക്ക് പ്ലേസിൽ തങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ്. ഇത് ദിയയുടെ ഭാഗത്തു നിന്നും അമ്മയുടെ ഭാഗത്തു നിന്നും ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു ആരോപണം വന്നു എന്ന് പറയുന്നത്, അതിനോട് എങ്ങനെ പ്രതികരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ജാതി എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ തന്നെ എന്നാൽ ഞാൻ അവരെ മിസ്ട്രീറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോലും പോകാൻ പാടില്ല. അങ്ങനെയാണല്ലോ അവർ പറഞ്ഞു വരുന്നത്. ഞാൻ അവിടെ എന്നെക്കൊണ്ട് പറ്റിയിട്ടുള്ള പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള എല്ലാ ദിവസവും പ്രഗ്നൻസിക്ക് ശേഷവും ഞാൻ അവിടെ പോയി അവരുടെ കൂടെ തന്നെ അവിടെ ഇരുന്ന് ഞാൻ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ ഞാൻ സ്റ്റോറി ആയിട്ട് ഇടാറുണ്ട്. എന്നെ അറിയാവുന്നവർക്ക് അറിയായിരിക്കും.
ഞാൻ ഇവരോട് പറയുന്നു എല്ലാ ദിവസവും നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടായിരിക്കണം. നമ്മുടെ വീട് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതുപോലെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യണം. അത് ഞാൻ ഇവരോടൊന്നല്ല, ഇനി നാളെ ഒരാൾ വന്നാലും ഞാൻ അവരോട് പറയും. അപ്പോൾ എൻ്റെ വീട് ഞാൻ എപ്പോഴായാലും തൂത്ത് വൃത്തിയാക്കി ക്ലീൻ ചെയ്തിടും. കാര്യം എനിക്ക് എൻ്റെ വീട് വളരെ ക്ലീൻ ആയിട്ടിരിക്കണം. അതേപോലെ എൻ്റെ ഓഫീസ് എൻ്റെ രണ്ടാമത്തെ വീടാണ്. ഞാൻ ഇവരോട് എപ്പോഴും ചെന്ന് പറയും, ഇന്നിപ്പോൾ പാക്കിംഗ് കഴിഞ്ഞു, ജസ്റ്റ് ഒന്ന് തൂക്കുക, ക്ലീൻ ചെയ്തിടുക. പക്ഷേ അവർ പലപ്പോഴും കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ചൂലെടുക്കും, തുടയ്ക്കുന്നതെടുക്കും, ഞാൻ തന്നെ തൂത്ത് വൃത്തിയാക്കി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ജാതിയുടെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എനിക്ക് തൂക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നിൽക്കാം. ഇത് ഞാനായിരുന്നു അവരുടെ മുമ്പ് പോയി തൂത്തോണ്ടിരുന്നത്. അതിൻ്റെ CCTV ഫുട്ടേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും. തൂത്തോണ്ടിരിക്കുന്ന അവസ്ഥ വരെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഞാൻ പോലും അവിടെ പോയി തൂത്തോണ്ട് നിൽക്കുന്ന ഒരു ഗതികേടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് ജാതിയെക്കുറിച്ച് പറയുന്നത്? പിന്നെ എൻ്റെ 5ാം മാസം പ്രഗ്നൻസിക്ക് ഈ പറയുന്ന വിനിതേനെയും ദിവ്യനെയും രാധുവിനെ 3 പേരെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അത് രാധു എന്തോ കാരണം കൊണ്ട് വന്നില്ല. ദിവ്യ ആൻഡ് വിനിത 2 പേരും അന്ന് അവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫുട്ടേജ് എൻ്റെ അമ്മയുടെ ബ്ലോഗിലും ഉണ്ട്. പിന്നെ അതല്ലാതെ നമ്മുടെ കൂടെ നിന്നാണ് അവർ ഫുഡ് കഴിച്ചതും. പ്ലസ് സ്റ്റേജിൽ കയറി സുമംഗലി ആയിട്ടുള്ളവർ, അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ളവർ പൂജ ചെയ്യണം എന്നെ. ആ പൂജയ്ക്ക് പോലും അയാളെ മാറ്റി അവിടെ മാറിയിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവരും വന്നത്, ഞാൻ പറഞ്ഞിട്ട് വിനിത മാറിയിരിക്കുന്നുണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ച് അയാൾ വന്ന് സ്റ്റേജിൽ കയറി പൂജ ചെയ്യുന്നതിൻ്റെ വീഡിയോയും ഫോട്ടോയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ജാതിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആ ഫംഗ്ഷൻ നമ്മൾ വിളിക്കുമോ? ഇല്ല. രണ്ടാമത് നമ്മുടെ ഇവിടെ നിന്ന് ഫുഡ് കൊടുക്കുമോ? ഇല്ല. മൂന്നാമത് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് കയറുന്ന സ്റ്റേജിൽ എന്തെങ്കിലും ഞാൻ കുട്ടിയെ കയറ്റി എനിക്ക് ജാതി കാർഡ് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി മെമ്പറിനെ പോലെ കണ്ടതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും നാൾ വിശ്വസിച്ച ഒരാളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പറ്റിച്ചിരിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഒരു തെളിവ് അവർ പ്രൊഡ്യൂസ് ചെയ്യട്ടെ. അന്ന് ഈ ആരോപണങ്ങൾ ഞാൻ ഏറ്റെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ QR കോഡ് മാറ്റി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർ പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിയ തന്നെ പറഞ്ഞിട്ടാണ് അത്തരത്തിൽ പേഴ്സണൽ അക്കൗണ്ട് ടാക്സുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം വരും, അതുകൊണ്ട് കേട്ടല്ലോ, എല്ലാത്തിനും നല്ല ഭംഗിയായിട്ട് ഉത്തരം പറയുന്നുണ്ട്. കോൺഫിഡൻസോടെയാണ് അവർ ഉത്തരം പറയുന്നത്. കാരണം അവർക്ക് മറയ്ക്കാനൊന്നുമില്ല. അവർക്കാണ് നഷ്ടപ്പെട്ടത്. എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ തന്നെ അവരാണത് ചെയ്യേണ്ടത്, അല്ലാതെ അവളുമാരല്ല ചെയ്യേണ്ടത്. സത്യത്തിൽ ഈ കുറച്ച് നാൾ മുമ്പ് ദിയാകൃഷ്ണയുടെ ഈ ഒരു പേജിനെതിരെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, മെസ്സേജ് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, കസ്റ്റമേഴ്സിന്റെ കംപ്ലൈന്റിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചിരി വിവാദമൊക്കെ ആയിരുന്നു. യൂട്യൂബിൽ കുറേ വീഡിയോസും അതേ തുടർന്നുണ്ടായ കുറേ പ്രശ്നങ്ങളും ഒക്കെ വന്നിരുന്നു. ആ സമയത്ത് ദിയാകൃഷ്ണയുടെ പ്രഗ്നൻസിയുടെ ഇനിഷ്യൽ സ്റ്റേജിലാണ്. ആ സമയത്ത് കുറേ അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഹോസ്പിറ്റലിലായിരുന്നു. അന്നും ഇവളുമാരാണ് അത് ചെയ്യാതിരുന്നത്. ഇപ്പോഴാണ് അത് പുറത്തു വരുന്നത്. അന്നത് പുറത്തു വന്നില്ല, പക്ഷെ ഇപ്പോഴാണ് അത് പുറത്തു വന്നത്. ഇവളുമാരെ ചെയ്യാതിരുന്നത് കൊണ്ട് പഴി മൊത്തം കേൾക്കേണ്ടി വന്നത് ദിയാകൃഷ്ണ. അതായത് പ്രഗ്നൻസിയുടെ തുടങ്ങിയ ആ ഒരു സമയം തൊട്ട് ഇപ്പൊ വരെ ആ പെങ്കൊച്ചിന് സമാധാനം ഇവളുമാര് കൊടുത്തിട്ടില്ല. ഇത്രയും രൂപ പോകുമ്പോൾ, കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ ഒരു ഓണറിനുണ്ടാകുന്ന വിഷമം എന്തുമായിരിക്കും? ഇപ്പൊ 8 ലക്ഷം ആണെങ്കിലും 1 രൂപയാണെങ്കിലും നമ്മളോട് പറയാതെ 1 രൂപ ഒരാൾ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് വഞ്ചനയാണ്. അത് പറ്റിയത് തന്നെയാണ്. അതിനിപ്പോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് പറ്റിയത് തന്നെയാണ്. 1 രൂപ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത് കള്ളത്തരം തന്നെയാണ്, കള്ളി തന്നെയാണ്. അവരെ കള്ളിന്ന് തന്നെ വിളിക്കണം. ഇതിപ്പോ പെരുങ്കള്ളികളാ, പഠിച്ച കള്ളികളാ, നിക്കാൻ പഠിച്ച കള്ളികളാ. പക്ഷേ ഇപ്പൊ നിക്കക്കള്ളി ഇല്ലാതായിപ്പോയി. അവളുമാരുടെ കുഴി തന്നെ സ്വയം തോണ്ടി. ഇങ്ങനെ സ്വന്തം കുഴി എന്തിനാ തോണ്ടിയത്? അവളുമാരുടെ ഇമേജ് ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിലും ആയി. അവളുമാര് പറഞ്ഞത് കള്ളത്തരമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആരെങ്കിലും ജോലി കൊടുക്കൂ? ഇതുപോലുള്ളവളുമാർക്ക് ആരെങ്കിലും ജോലി കൊടുക്കൂ? കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ കമന്റ് ചെയ്തതാണ്, ഇനി ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൽ ഞങ്ങളുടെ തന്നെ ജാതിയിലുള്ളവരെ ജോലിക്ക് വെക്കും. അവരാ പറഞ്ഞ ആ ഒരു കൺസേണിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. കാരണം ഇപ്പൊ എല്ലാ എണ്ണവും ഇങ്ങനെയാണ്. എങ്ങനെ മറ്റൊരാൾക്ക് ജോലി കൊടുക്കും? ഇപ്പൊ ജാതി നോക്കിയൊക്കെ ജോലി കൊടുക്കേണ്ട അവസ്ഥയായി. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ജാതി എടുത്തങ്ങ് ഉപയോഗിക്കും. നമ്മൾ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എതിർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളുമാരെടുത്ത് ജാതി അങ്ങ് പ്രയോഗിക്കും. ജാതീയമായിട്ട് അധിക്ഷേപിച്ചു. പിന്നെ നാണംകടലല്ലേ? ഓണറിന്റെ ഭാഗത്ത് ആരും നിൽക്കത്തില്ല, ശരിയുണ്ടെന്നുണ്ടെങ്കിലും ആരും നിൽക്കത്തില്ല. അതാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സ്ട്രക്ചർ. ജാതി പറയാൻ പാടില്ല, മതം പറയാൻ പാടില്ല എന്ന് പറയുന്നവർ തന്നെ ജാതി എടുത്ത് പ്രയോഗിക്കും, മതം എടുത്ത് പ്രയോഗിക്കും. ജാതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വേണം താനും, ജാതി പറയാൻ പാടില്ല എന്ന് പറയും. ഓക്കെ, എന്നിട്ട് ഏറ്റവും ഒടുവിലായിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ്? ജാതി എടുത്തങ്ങിടും. എല്ലാ വൃത്തികേടും കാണിച്ചിട്ട് ജാതി എടുത്തിടും. എല്ലാ വൃത്തികേടും കാണിച്ചിട്ട് അവസാനം ജാതി എടുത്തിടുന്ന വൃത്തികെട്ട പരിപാടി കാണിക്കുന്നവരെ ഒരിക്കലും നമ്പാൻ പാടില്ല. അവരിപ്പോ ഏത് ജാതിക്കാരാണെന്നുണ്ടെങ്കിലും അവരെ ഒരിക്കലും നമ്പാൻ പാടില്ല. എഴുതി വെച്ചോ. സ്വന്തം ജാതി എടുത്ത് പ്രയോഗിച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന ഒരുത്തനെയും ഒരുത്തിയെയും നമ്പാൻ പാടില്ല. ഇപ്പൊ വേടന്റെ കേസ് എല്ലാവരും പറയും. വേടന്റെ കേസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. വേടനെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ കേസ് നമുക്ക് വിടാം. പക്ഷേ വേടന്റെ കേസിൽ ഈ മറ്റേ സാധനം ഉപയോഗിച്ചതിൽ ഞാൻ വേടനെ സപ്പോർട്ട് ചെയ്തില്ല, ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല, ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് വേറെ കാര്യം. അപ്പൊ ആ ഒരു കേസ് മാതൃകയാക്കി വെച്ചിട്ടാണ് ഇവളുമാര് ജാതി എടുത്തിട്ടത്. ആ സമയത്ത് വേടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തല്ലോ. അതുപോലെ ഇവളുമാരെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അറ്റ്ലീസ്റ്റ് ഇവളുമാരുടെ ആ ഒരു ജാതിയിൽപ്പെട്ടവരെങ്കിലും ഇവളുമാരെ സപ്പോർട്ട് ചെയ്യും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവളുമാര് ജാതി എടുത്തിട്ടത്.
എന്തൊരു നാണംകേടാണ്. ഇപ്പൊ എല്ലാവരെയും നാണം കെടുത്തി, ആകെ മൊത്തത്തിൽ കുടുംബത്തെയും അവരുടെ ഭർത്താക്കന്മാരെയും എല്ലാം നാണം കെടുത്തിയപ്പോൾ അവളുമാർക്ക് സമാധാനമായി.